ചെയ്യുന്നതിനായിട്ട് നമ്മളുടെ ആരാധ്യനായുള്ള നമ്മളുടെ മെന്റർഷിപ്പിലുള്ള നമ്മുടെ കോച്ചായിട്ടുള്ള ഷജിത് പൂള സാറിനെ ക്ഷണിക്കുകയാണ്. സർ, വെൽക്കം ടു ദ ഫ്ലോർ. Thank you, thank you, thank you, Prametan. Thank you. Good evening, everyone. Thank you. Namaskaram. സോ പ്രേംകുമാർ സാറിനെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ താമസിക്കുന്നത് കൊച്ചി എടപ്പള്ളിയിലാണ്. സെൻസിനോ പ്രൊജക്റ്റില് കഴിഞ്ഞ ജനുവരി 2025 മുതൽ ഈ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആണ്. ഈ പ്രൊജക്ടിന്റെ ഇതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു വെൽനസ് സൺഡേ, നമ്മൾ ഇതിനെ വിളിക്കുന്നത് സിൻസിനോ വെൽനസ് സൺഡേ എന്നാണ്. അപ്പൊ ഈ ഒരു മീറ്റിംഗിലേക്ക്, ഈ ഒരു സൂം സെഷനിലേക്ക് ഇന്ന് ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാനും ഇന്ന് ഈ സൂം സെഷനിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. നമസ്കാരം, സ്വാഗതം. സി ആരോഗ്യപരമായ ഒരു ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പൊ കഴിഞ്ഞ ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ ദിവസം തന്നെ വളരെ വേദനിപ്പിക്കുന്ന 3 വാർത്തകൾ ഒരേ ദിവസം ഞാൻ കേൾക്കാനിടയായി. ഞാനത് നിങ്ങൾക്കറിയാം, ഗ്രൂപ്പിൽ ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. കാര്യം, ആദ്യത്തെ വാർത്ത ഇതാണ്. ഒന്ന്, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് 42 വയസ്സുള്ള ഒരു ടെക്നോക്രാറ്റ് ആണ്. അതായത് ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ 42 വയസ്സുള്ള ആ സുഹൃത്തിന്റെ ഒരു ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് തന്നെ ഉച്ചയോടുകൂടി നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ, നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തു കൂടിയാണ്. വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളാണ്, സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ സണ്ണിലോ 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരാളാണ്. ഓക്കെ. അദ്ദേഹം ഇതുപോലെ തന്നെ പെട്ടെന്ന് കാപ്പി കുടിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അന്ന് തന്നെ നമുക്കറിയില്ല, പക്ഷെ എങ്കിലും ഞാൻ പെട്ടെന്ന് ഒരു ന്യൂസ് കാണുകയുണ്ടായി. ദുബായില് ഒരു 49 വയസ്സുള്ള ഒരു ഡോക്ടർ വ്യായാമം ചെയ്തുകൊണ്ടിരുന്നപ്പോ കുഴഞ്ഞു വീണ് മരിച്ചു. ഇത് ഒരേ ദിവസം തന്നെ 3 കേട്ടപ്പോൾ വളരെ ഷോക്കായി. പ്രത്യേകിച്ച് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ആ ദിവസം. അപ്പൊ ബാംഗ്ലൂരില് ഞങ്ങള് കഴിഞ്ഞൊരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെയും ഇപ്പോഴും ഒരു പ്രദേശത്ത് 40 ദിവസത്തിനുള്ളിൽ 30ഓളം ചെറുപ്പക്കാര് കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. ഹാസൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അതിപ്പോഴും ഉണ്ട് അവിടെ. ഇത്തരത്തിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ പലപ്പോഴും, നിങ്ങളും ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാവും. നമ്മുടെ അയൽപ്പക്കങ്ങളിലോ സുഹൃത്ത് ബന്ധങ്ങളിലോ കുടുംബങ്ങളിലോ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള അകാല മരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ മാരകമായ രോഗങ്ങൾ, ഇതൊക്കെ നമ്മളിപ്പോ ഒരു സർവ്വസാധാരണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ യഥാർത്ഥത്തില് സി പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ഇത്തരത്തിലുള്ള ക്രോണിക് ഇൽനെസ്സുകളും അല്ലെങ്കിൽ രോഗങ്ങളും ഇത് ചിലപ്പോൾ നമുക്കൊരു വാർണിംഗ് സൈൻ തന്നിട്ടൊന്നും ആയിരിക്കില്ല വരുന്നുണ്ടാവുക. ഇത് ശരീരത്തിനകത്ത് വളരെ സൈലന്റ് ആയിട്ട്, വളരെ യാതൊരുവിധ സിംറ്റംസും ഇല്ലാതെ പലപ്പോഴും ഇത് വർഷങ്ങൾ എടുത്തായിരിക്കും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ബ്ലഡില്, നമ്മുടെ കോശങ്ങളില്, നമ്മുടെ ശരീരത്തിന്റെ ഇൻഫ്ലമേഷൻ ലെവൽസ്. ഇത് നമുക്കൊരു സിഗ്നൽ, ഒരു സിംറ്റം ആയിട്ട് പുറത്തു വരുമ്പോഴത്തേക്കും ഇത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അവിടെയാണ് നമ്മളിപ്പോ ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഒരു കാർ ഓടിക്കുമ്പോ ടയർ പൊട്ടിത്തെറിക്കാൻ വേണ്ടി കാത്തിരിക്കില്ലല്ലോ നമ്മൾ എയർ പ്രഷർ നോക്കാനായിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എയർ നമ്മൾ ചെക്ക് ചെയ്യും. എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ വരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ കാത്തിരിക്കരുത് ആരോഗ്യം സംരക്ഷിക്കാൻ ആയിട്ട്, അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കാനായിട്ട്. നമ്മൾ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആരോഗ്യത്തോടു കൂടി നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ സംരക്ഷിക്കേണ്ട ഒന്നാണ് ആരോഗ്യം. അല്ലാതെ നഷ്ടപ്പെട്ടു പോയി ഈ സിംറ്റംസ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് സംരക്ഷിക്കാനായിട്ട് ആരോഗ്യം ബാക്കി ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന്റെ ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
ദ ഡോക്ടർ ഓഫ് ദ ഫ്യൂച്ചർ ഈസ് ദ പേഷ്യന്റ് എന്നാണ് നമ്മൾ പറയുക. ദ ഡോക്ടർ ഓഫ് ദ ഫ്യൂച്ചർ ഈസ് ദ പേഷ്യന്റ്. ദിസ് ഇസ് ദ കോൺസെപ്റ്റ്, ദിസ് ഇസ് ദി ഐഡിയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് പ്രൊമോട്ട് ചെയ്യുന്നതും ഇതിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ കുറച്ച് വിശദാംശങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അതിനു മുമ്പായിട്ട് ഞാൻ ഈ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. Il nostro fantastico prodotto. ഷെയർ ചെയ്ത് മാറിപ്പോയി. യെസ് Product Manager, l'avrete di sicuro incontrato. യെസ് എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു കോട്ടോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഇത് റോബിൻ ശർമ്മയുടെ ഒരു കോട്ടാണ്. The world belongs to those who take control of their health, their mindset, and their future. The true elite are not just the wealthiest, they are the healthiest, the most purpose-driven, and the ones who create a legacy of impact. അതായത് ഈ ലോകം ഇപ്പോ ആരോഗ്യത്തിന്റെ കാര്യങ്ങളിൽ ആരാണോ ആ ഒരു ആരോഗ്യ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ ഭാവി, ഇതിന്റെയൊക്കെ കൺട്രോൾ ആരാണോ ഏറ്റെടുക്കുന്നത് അവരുടേതാണ് ഈ ലോകം എന്നതാണ് റോബിൻ ശർമ്മ അദ്ദേഹത്തിന്റെ ഈ കോട്ടിലൂടെ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സമ്പത്തുള്ളവരായി കണക്കാക്കുന്നത് ധനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാര്യം ധനം ക്രിയേറ്റ് ചെയ്യാൻ, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഇതൊരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും എത്ര സമ്പന്നമായിട്ടും കാര്യമില്ല. അപ്പൊ ഏറ്റവും പർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട്, ഒരു ലെഗസി ഓഫ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളുടേതാണ് ഈ ലോകം എന്നാണ് റോബിൻ ശർമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു പശ്ചാത്തലവും അത് തന്നെയാണ്. എങ്ങനെ നമുക്ക് ഒരു പർപ്പസ് ഡ്രിവൻ ആയിട്ടുള്ള, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം, നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന്റെ നിയന്ത്രണം നമുക്ക് എങ്ങനെ നമ്മുടെ കൈകളിലേക്ക് എടുക്കാം എന്നതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളിപ്പോൾ കണ്ടുവരുന്ന കാര്യം, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുക, അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് ആരോഗ്യ സംരക്ഷണം എന്നൊരു തെറ്റായ ധാരണ എങ്ങനെയൊക്കെ നമ്മളിലുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ വളരെ താൽക്കാലികമായി മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫ് ലോങ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെയധികം നിരുത്തരവാദപരമായിട്ടുള്ള രീതിയാണ്. അപ്പൊ നമുക്കറിയാം, പഠിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും തയ്യാറാവുന്ന ഏതൊരാൾക്കും ഈ കാലഘട്ടത്തിൽ ആരോഗ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കും. ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് നമുക്കൊരു അടിസ്ഥാന ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പ്രധാനമായിട്ടും 6 പോഷകങ്ങളാലാണ്, പോഷക സംയുക്തങ്ങളാലാണ്. വെള്ളം, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, വിറ്റമിൻ, മിനറൽസ്, ഫാറ്റ്, ഇങ്ങനെ ഒരു 6 വിഭാഗം പോഷക സംയുക്തങ്ങളാലാണ് നമ്മുടെ ശരീരത്തിന്റെ നിർമ്മാണം, അല്ലെങ്കിൽ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒരു ന്യൂട്രിയന്റ്, പോഷകം, അതിന്റെ ഒരു കുറവ് സംഭവിച്ചാൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക, അല്ലെങ്കിൽ രോഗാവസ്ഥകളോ ഇത്തരത്തിലുള്ള പല ദുരന്തങ്ങളും സംഭവിക്കാം. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ശരീരത്തിന്റെ പ്രവർത്തനത്തെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നതാണ് പ്രധാനം. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നമുക്ക് ലഭിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൽ നിന്നാണ്. ഈ പോഷകങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടത് ഭക്ഷണത്തിൽ നിന്നാണ്. പക്ഷെ നിലവിൽ നമ്മുടെ ഭക്ഷണ രീതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ പലതും നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പഴയ പോലെയല്ല. ഇപ്പൊ കാര്യം, പണ്ടൊക്കെ നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണ രീതികൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എന്നാൽ ഇന്ന് നമ്മളൊരു സ്വിഗ്ഗി, സൊമാറ്റോ, 2 മിനിറ്റ്സ് നൂഡിൽ, അങ്ങനെയൊക്കെ ഒരു കൾച്ചറിലാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന്, ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു 6 എസെൻഷ്യൽ ന്യൂട്രിയൻസിൽ പലതും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നൊബേൽ പ്രൈസ്
നൊബേൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ റോജർ വില്യംസ് എന്നാണ്. അദ്ദേഹം വൈറ്റമിൻ B5 ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം രോഗങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്, ഒരു നിർവചനമുണ്ട്. അത് വളരെ പ്രസക്തവും ലളിതവുമാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ്: ദർ ഇസ് ഓൺലി വൺ ഡിസീസ് ആൻഡ് ദാറ്റ് ഈസ് സെല്ലുലാർ മാൽഫങ്ഷൻ. When cells are deprived of essential nutrients or exposed to toxins, they malfunction, leading to the symptoms we identify as disease. അതായത് അദ്ദേഹം പറയുന്നത് രോഗങ്ങൾ എന്ന് പറയുന്നത് സിംറ്റംസ് ആണെന്നാണ്, ലക്ഷണങ്ങളാണ്. എന്തിന്റെ ലക്ഷണങ്ങളാണ്? കോശങ്ങളുടെ കേടുപാടുകൾ. കോശങ്ങൾ കേടാവുന്നതിന്റെ ലക്ഷണങ്ങളാണ് രോഗങ്ങൾ. അതായത് അദ്ദേഹം പറയുന്നത് ഒരേ ഒരു രോഗമേ ഉള്ളൂ, ആ രോഗത്തിന്റെ പേര് സെല്ലുലാർ മാൽഫങ്ഷൻ എന്നാണ്. കോശങ്ങൾക്ക് ഉണ്ടാവുന്ന കേടുപാടുകളാണെന്നാണ്. അപ്പൊ നമുക്കറിയാം, ഒരു രോഗത്തിന്റെയും അടിസ്ഥാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തില് കോശങ്ങൾക്ക് ഉണ്ടാവുന്ന കേടുപാടുകളാണ്. കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിന്റെ അടിസ്ഥാന യൂണിറ്റുകൾ, നമുക്കതറിയാം. അപ്പൊ ഈ കോശങ്ങൾ നശിക്കുന്നത് അവയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ അതിന്റെ അഭാവം മൂലമോ അല്ലെങ്കിൽ ഈ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്ന വിഷവസ്തുക്കളുടെ ആധിക്യം മൂലമോ ഒക്കെ ആവാം. അപ്പൊ ഹൃദയത്തിന്റെ കോശങ്ങൾ, ഹൃദ്രോഗം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ കോശങ്ങൾ നശിക്കുന്നു എന്നാണ് അർത്ഥം. ലിവറിന്റെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിന്റെ കോശങ്ങൾ നശിക്കുന്നു, അല്ലെങ്കിൽ മസ്തിഷ്ക കോശങ്ങൾ നശിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതുമായിട്ട് മസ്തിഷ്ക രോഗങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തില് ഏത് രോഗങ്ങൾക്ക് പശ്ചാത്തലവും ഇത് തന്നെയാണ്. ഈ കോശങ്ങള് നശിക്കുന്നതിനും ഈ രോഗങ്ങൾ ഉണ്ടാവുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളെ പറയുന്നത് ചില മെക്കാനിസങ്ങളാണ്. ഇപ്പൊ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ, ഇങ്ങനെ കുറെ മെക്കാനിസങ്ങളുണ്ട്, അല്ലെങ്കിൽ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ശരീരത്തിൽ ഇല്ലാതാക്കണമെങ്കിലും നമുക്ക് ഈ പറയുന്ന അടിസ്ഥാന പോഷകങ്ങളുടെ, ഇതിന് എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ് പറയുക, ഇതിന്റെ ലഭ്യതയും അതുപോലെ തന്നെ ടോക്സിക് ആക്കുന്ന സാധനങ്ങളുടെ നിർമ്മാർജ്ജനവും, ഇത് കോശങ്ങളെ കേടാക്കുന്ന സാധനങ്ങളുടെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കലും നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പൊ നമ്മൾ പഴയകാല ഭക്ഷണക്രമമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതെല്ലാം പണ്ട് പറഞ്ഞതുപോലെ വീടുകളിൽ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടൊക്കെയുള്ള വിഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാം തന്നെ ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ വ്യവസായശാലയിലോ ഒക്കെയാണ് ഇപ്പൊ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോഷകങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഈ കോശങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ഓർഗൻസിനെയൊക്കെ അപകടത്തിലേക്ക് നയിക്കുന്ന വലിയ അളവിലുള്ള വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഇത്തരത്തിൽ ശരീരത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള നിലനിൽപ്പിനും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വിഭാഗം പോഷകങ്ങളാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് അഥവാ കൊഴുപ്പുകൾ. ഓക്കെ, ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിനകത്ത് പ്രധാനമായിട്ടുള്ളത് omega-3, omega-6 വിഭാഗത്തിൽ വരുന്ന ഫാറ്റി ആസിഡ്സ് ആണ്. ഇതിനെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് വിളിക്കുന്നത് തന്നെ ബോഡിക്ക്, ഇത് ഇപ്പൊ നമുക്കറിയാം കൊളസ്ട്രോൾ പോലുള്ള സാധനങ്ങളൊക്കെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത് ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിച്ചേ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിന് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ കോശങ്ങൾക്ക് നിർമ്മിക്കപ്പെടണമെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ശരീരത്തിനകത്ത് ഏകദേശം 40, 50, 60 ട്രില്യൺ കോശങ്ങളുണ്ട്. ഏകദേശം 300 മുതൽ 400 ബില്യൺ കോശങ്ങൾ ഓരോ ദിവസവും പുനർനിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പുനർനിർമ്മിക്കപ്പെടണമെങ്കിൽ ഈ പ്രത്യേകിച്ച് കോശങ്ങളുടെ മെംബ്രെയിൻ, കോശസ്തരങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കപ്പെടണമെങ്കിൽ ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് വളരെ അത്യന്താപേക്ഷിതമാണ്. കാര്യം ഇത് നിർമ്മിക്കപ്പെടാൻ വേണ്ട സ്ട്രക്ചറൽ കമ്പോണൻസ് ആണ് ഈ omega-3 എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് omega-3 എന്ന് പറയുന്നത് നമുക്ക് ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കുന്നതും omega-6 എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതുമാണ്. ഇപ്പൊ ശരീരത്തിൽ ഒരു രോഗാണുക്കളോ അല്ലെങ്കിൽ മറ്റു വിഷപദാർത്ഥങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്തിച്ചേർന്നാൽ അതിനെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാവേണ്ട ഒരു പ്രവർത്തനമാണ് ഇൻഫ്ലമേഷൻ. ആ ഇൻഫ്ലമേഷൻ, അതായത് ആ രോഗാണുവിനെ നീക്കം ചെയ്താൽ, അതിനെ നിർവീര്യമാക്കിയാൽ അതിനുശേഷം ഇൻഫ്ലമേഷൻ അവസാനിക്കണം. അതിന് നമുക്ക് വേണ്ടതാണ് omega-3. അപ്പൊ ഇത് കൃത്യമായ അളവിലുണ്ടെങ്കിൽ മാത്രമാണ് ഈ രണ്ട് പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടക്കുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ അനുപാതം, ഒരു മോളിക്യൂൾ omega-6 നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഒരു മോളിക്യൂൾ omega-3 ഉണ്ടായിരിക്കണം. ഇതാണ് അതിന്റെ റേഷ്യോ, അതായത് 1:1.
ഇത് കോശങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളുടെ നിലനിൽപ്പിനും കോശങ്ങൾ പുനരുൽപ്പാദിപ്പിക്കപ്പെടുന്നതിനും അല്ലെങ്കിൽ DNA രൂപീകരണത്തിനും അല്ലെങ്കിൽ കോശങ്ങളുടെ റിപ്പയറിംഗ് മുതലായ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു റേഷ്യോ, കൃത്യമായ റേഷ്യോ ആവശ്യമാണെന്നാണ് പുതിയ സയന്റിഫിക് ആയിട്ടുള്ള കണ്ടെത്തലുകൾ. ഈ അനുപാതം 3:1 വരെ, അതായത് ഒരു 3 മോളിക്യൂൾ omega-6 ഒരു മോളിക്യൂൾ omega-3 എന്നുള്ള ആ ഒരു അനുപാതം വരെ നമുക്കിത് ഒരു നോർമൽ ആയിട്ടുള്ള അനുപാതമായിട്ട് കണക്കാക്കാം. എന്നാൽ 4:1 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് വന്നാൽ പോലും ശരീരം ഒരു ഇൻഫ്ലമേഷൻ കണ്ടീഷനിലേക്ക് കടക്കുന്നു എന്നാണ് അർത്ഥം. അതായത് രോഗ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അർത്ഥം. ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. എന്നാൽ ഇപ്പോ ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം, ഒട്ടുമിക്ക ആളുകളും ഇന്ന് ഈ റേഷ്യോ വളരെയധികം ഉയർന്ന അനുപാതത്തിലാണ്. അതായത് 15:1, 20:1, 21:1, 25:1. ഈവൻ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് നമ്മൾ ശരാശരി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 35:1 എന്നതാണ് കഴിഞ്ഞ 3500-ലധികം ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ലഭിച്ചിട്ടുള്ള ശരാശരി റേഷ്യോ. അതായത് വളരെ വലിയൊരു ഈ ഒരു അനുപാതം, ഇത് നമ്മുടെ ശരീരത്തിൽ തുടർച്ചയായിട്ടുള്ള നീർക്കെട്ട്, വീക്കം, ഇതിനാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയാം. ഇത് ക്രിയേറ്റ് ചെയ്യും, ഇത് സൃഷ്ടിക്കുകയും അതോടൊപ്പം അതുമൂലം കോശങ്ങൾ അല്ലെങ്കിൽ ടിഷ്യൂസ് ഇതൊക്കെ അല്ലെങ്കിൽ ഓർഗൻസ്, അവയവങ്ങൾ ഇതൊക്കെ നശിപ്പിക്കുകയും ചെയ്യും, നമ്മളെ രോഗബാധിതരാക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ബാലൻസ്ഡ് കാര്യം, ഇത് വലിയൊരു പ്രശ്നമാണ്, വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക. അത് ഹെഡ് ടു ടോ, നമുക്ക് ബ്രെയിൻ ഫംഗ്ഷൻ മുതൽ നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ, ഇമ്മ്യൂൺ ഫംഗ്ഷൻ, മസിൽ ഫംഗ്ഷൻ, ഇന്നതൊന്നും പറയുന്നില്ല, എവിടെ വേണമെങ്കിലും ഇത് സംഭവിക്കാം. ഇതിന്റെ ഈ ഒരു ഇൻഫ്ലമേഷൻ സൃഷ്ടിക്കുകയാണ് അത് ചെയ്യാം. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ omega-3 എന്ന് പറയുന്നത് കോശങ്ങളുടെ ഒരു സ്ട്രക്ചറൽ കമ്പോണന്റ് ആണ്. അതായത് കോശങ്ങൾ നിർമ്മിക്കപ്പെടണമെങ്കിൽ ഇത് വേണം. അപ്പൊ ഇത് കുറവ് വന്നു കഴിഞ്ഞാൽ ബോഡി omega-6 മറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും കോശങ്ങളുടെ മെംബ്രെയിൻ നിർമ്മിക്കുന്നുണ്ടാവുക. അത്തരത്തില് ഈ omega-3യുടെ ഒരു ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഈ കോശങ്ങളുടെ മെംബ്രെയിൻ ശരിയായ രീതിയിൽ നിർമ്മിക്കപ്പെടില്ല, അത് ഹാർഡായിട്ട് മാറും. അതിന്റെ ഒരു സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്നാണ് ആ ഒരു മെക്കാനിസത്തെ പറയുക. ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോശങ്ങൾക്ക് അതിനാവശ്യമായ പോഷകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ടോക്സിൻസിനെ നീക്കം ചെയ്യുന്നതിനോ കഴിയാതെ വരും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഈ പോഷകങ്ങളൊക്കെ എത്തിച്ചേരേണ്ടത് കോശങ്ങൾക്കുള്ളിലാണ്. കാര്യം എല്ലാ ജൈവരാസ പ്രവർത്തനങ്ങളും നടക്കുന്നത് കോശങ്ങൾക്കുള്ളിലാണ്. ഉദാഹരണം, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു, നമ്മുടെ ഗ്ലൂക്കോസ് ബ്ലഡിൽ വന്നു. ഈ ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റണമെങ്കിൽ ഈ ഗ്ലൂക്കോസ് കോശങ്ങൾക്കുള്ളിലേക്ക് എത്തിച്ചേരണം. കോശങ്ങൾക്കുള്ളിലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ആ ഒരു ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ കോശങ്ങൾ അവിടെ എത്തി, കോശങ്ങളുടെ ഒരു ദ്രവ്യത അല്ലെങ്കിൽ ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഗ്ലൂക്കോസിന് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസം ആണ് ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോശങ്ങളുടെ ഈ ഒരു സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. ഇത് കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കോശങ്ങൾക്ക് പോഷകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിനോ ടോക്സിൻസിനെ നീക്കം ചെയ്യുന്നതിനോ കഴിയാതെ വരും. സ്വാഭാവികമായിട്ട് കോശങ്ങൾ കേടാവാൻ തുടങ്ങും. വലിയ അളവിൽ കോശങ്ങൾ കേടായി കഴിഞ്ഞാൽ ടിഷ്യൂ കേടാവും. ടിഷ്യൂ കേടായി കഴിഞ്ഞാൽ ഓർഗൻ കേടാവും. ഓർഗൻ കേടായി കഴിഞ്ഞാൽ ഹാർട്ടാണ് കേടാവുന്നതെങ്കിൽ ഹൃദ്രോഗം ഉണ്ടാവും. സോ സിമ്പിൾ, നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഡോക്ടർ റോജർ വില്യംസ് ഇവിടെ നമുക്ക് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ കോശങ്ങളുടെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, അതായത് സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും ഇൻഫ്ലമേഷൻ, ആന്റി ഇൻഫ്ലമേഷൻ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കണമെങ്കിലും നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ omega-6 to omega-3 റേഷ്യോ കറക്റ്റ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് റേഷ്യോ ഇസ് 3:1. അപ്പൊ ഇതാണ് പ്രശ്നം. ഒട്ടുമിക്ക ആൾക്കാരുടെ ഇപ്പൊ 21:1, 25:1 ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് അറിയുക? അവിടെയാണ് നമുക്കിപ്പോ സിൻസിനോ എന്ന് പറയുന്ന കമ്പനി അവരുടെ ഒരു ബ്രേക്ക് ത്രൂ ടൂൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ്, അതായത് നമ്മളുടെ ബോഡിയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്തുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോശങ്ങളുടെ അവസ്ഥ, ഇത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ,
കോശങ്ങൾ ഒരു ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഡാമേജ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു മാൽ ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ടോ? കാര്യം ഈ കോശങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് നമ്മൾ ആരോഗ്യത്തോടു കൂടി നിലനിൽക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം. സോ യു പ്രൊട്ടക്ട് യുവർ സെൽസ്, ഓട്ടോമാറ്റിക്കലി യു പ്രൊട്ടക്ട് യുവർ ഹെൽത്ത്. അപ്പൊ ഈ കോശങ്ങളുടെ പ്രവർത്തനത്തെ നമുക്ക് മനസ്സിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്നത് എന്നതെല്ലാം ഈ ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്തുകൊണ്ട് ആ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് എന്തെങ്കിലും അത്യാഹിതം, ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടാവുന്നതിന് വളരെ മുമ്പേ, നമ്മൾ രോഗ അവസ്ഥയിലേക്ക് നീങ്ങുന്നതിന്, അല്ലെങ്കിൽ രോഗത്തിലേക്ക് നമ്മൾ ഒരു സിംറ്റംസ് നമുക്ക് ശരീരത്തിൽ അപ്പിയർ ആവുന്ന, പ്രത്യക്ഷപ്പെടുന്നതിന് വളരെ മുമ്പേ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമ്മൾ പലപ്പോഴും ആശുപത്രിയിൽ ചെന്ന് നമ്മളൊരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രോഗിയായതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത്, ഓക്കെ രോഗമുണ്ട്, ഞാനൊരു രോഗിയായി എന്നുള്ളത്. അപ്പൊ അത്തരത്തിലൊരു ഒരു ആ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഒരു സപ്പോസ് രോഗത്തിലേക്ക് നമ്മൾ സിംറ്റം നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പ്രകടമാവുന്നതിന് എത്രയോ മുമ്പ്, വളരെ മുമ്പ് തന്നെ നമുക്ക് ആ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ടെസ്റ്റ് ചെയ്യുന്നത് ഒരു സാധാരണ ലാബിലും അല്ല. ഇത് ലോകത്തില് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുതൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അതുപോലെ ഓസ്ലോ യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കിങ്സ് കോളേജ് ഓഫ് ലണ്ടൻ തുടങ്ങിയ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ, അവരൊക്കെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്ന, അവരുടെ എല്ലാം തന്നെ റിസർച്ചുകൾ അല്ലെങ്കിൽ ലബോറട്ടറി അനാലിസുകൾ എല്ലാം തന്നെ നിർവഹിക്കുന്ന ഒരു ലാബിലാണ് ഈ ഒരു ടെസ്റ്റ് കമ്പനി ചെയ്യുന്നത്. ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് ഓസ്ലോയിലാണ്, നോർവേയിലാണ് ഈ ലാബ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കാണ് ഇത് അയക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഈ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡൽഹി ഓഫീസിലേക്ക് അയക്കുന്നു. ഡൽഹിയിൽ നിന്ന് അവർ ഈ സാമ്പിൾസ് കളക്ട് ചെയ്ത് ഓസ്ലോയിലേക്ക് അയക്കും. അവിടെ നിന്നാണ് നമുക്ക് ഈ റിപ്പോർട്ട് ലഭിക്കുക. ഇപ്പോൾ ഈ കമ്പനി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഓസ്ലോയില് വിറ്റാസ് അനലിറ്റിക്കൽ സർവീസസിൽ ഏകദേശം 1.5 മില്യൺ, അതായത് 15 ലക്ഷത്തിലധികം ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും ടെസ്റ്റുകൾ ചെയ്തപ്പോൾ അവരുടെ ഒരു ഡാറ്റ പറയുന്നത് 97% ആളുകളും ഔട്ട് ഓഫ് ബാലൻസ് ആണ് എന്നാണ് ലോകത്തില്. അപ്പൊ ഇതൊരു യൂണിവേഴ്സൽ പ്രോബ്ലം ആണ്. ലോകത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും, ഈവൻ യൂറോപ്പ് ഉൾപ്പെടെ എല്ലായിടത്തും ഒട്ടുമിക്ക ആൾക്കാരും ഇത് ഔട്ട് ഓഫ് ബാലൻസിലാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം 2020 തന്നെ 630 കോടി ജനങ്ങൾ ഈ omega-6 to omega-3 റേഷ്യോ ഇംബാലൻസിലാണെന്നാണ് അവരുടെ കണക്കുകൾ പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ഇതിനകത്ത് സ്ക്രീനിൽ ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇത് കാണാമായിരിക്കും വിചാരിക്കുന്നു. ഇത് ബാംഗ്ലൂരിൽ നമ്മളുടെ കൂടെ ഈ ഒരു പ്രൊജക്റ്റിൽ പ്രവർത്തിക്കുന്ന നമ്മളുടെ ഒരു പാർട്ട്ണറാണ്. അദ്ദേഹം ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ട്, ഈ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഒരുപക്ഷെ ആരും ഫോളോ ചെയ്യാത്ത രീതിയിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നാഗരാജ് സാർ. അദ്ദേഹത്തിന്റെ 67 വയസ്സായി, ഇപ്പോൾ റിട്ടയർ ആണ് അദ്ദേഹം. ഏകദേശം ഒരു 40,000 രൂപയെങ്കിലും ഒരു മാസം ഈ സപ്ലിമെന്റ്സിന്, അതായത് ഹെൽത്ത് പ്രൊഡക്ട്സിന് വേണ്ടി മാത്രം അദ്ദേഹം മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് കുടിക്കുന്നത് മുഴുവൻ ക്യാങ്കൻ വാട്ടർ മാത്രമേ കുടിക്കൂ. അദ്ദേഹത്തെ കാണുമ്പോൾ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം കയ്യിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 10-40,000 രൂപയോളം അദ്ദേഹം ഈ പറയുന്ന സപ്ലിമെന്റ്സിന്. ഇനി omega-3 സപ്ലിമെന്റ് തന്നെ അദ്ദേഹം US നിന്ന്, അദ്ദേഹത്തിന്റെ മകൻ ജോലി ചെയ്യുന്നതും അവരുടെ കുടുംബമൊക്കെ അവിടെയാണ്. അപ്പൊ US നിന്നാണ് ഇത് വരുന്നത്. വലിയൊരു ഒരു ബോട്ടിലാണ് എനിക്ക് കാണിച്ചു തന്നിരുന്നത്. അപ്പൊ ഇതൊക്കെ ഇതൊരു 1-2 വർഷമായിട്ടല്ല, കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഹാബിറ്റ്സ് ആണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ് 74:1. അതോടൊപ്പം തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് നോക്കുക പ്രൊട്ടക്ഷൻ വാല്യൂ. ഈ പ്രൊട്ടക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചില സാഹചര്യങ്ങൾ ശരീരത്തിൽ ഉടലെടുക്കും. അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇൻഫ്ലമേഷൻ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കോശങ്ങളുടെ കപ്പാസിറ്റി, കഴിവിനെയാണ് ഈ പ്രൊട്ടക്ഷൻ വാല്യൂ എന്ന് പറയുക. ഇത് 90% മുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ല. പക്ഷെ ഇത് 0% ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അദ്ദേഹം എക്സസൈസ് ചെയ്യുന്നുണ്ട്, എല്ലാ സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ട്, വെള്ളം ഹൈഡ്രേഷൻ ശരിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും 0 ആണ്. പ്രൊട്ടക്ഷൻ വാല്യൂ ഈസ് 0. അദ്ദേഹത്തിന്റെ omega-3 ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ 1.4% ആണ്. അതായത് 10 മുതൽ 12% വരെ വേണ്ട ഒരു ലെവലാണ്. ഇവിടെ 1.4% ഉള്ളൂ. ഇതെല്ലാം കഴിച്ചിട്ടും. മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്.
അതായത് ബ്രെയിനിനകത്ത് ചില ഹോർമോൺസ് ഒക്കെ ഉണ്ട്, ഈ ഡോപ്പമൈൻ, സെറോട്ടോണിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസിന്റെ ഉൽപാദനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെക്കാനിസമാണ്. അതായത് കോശങ്ങൾക്ക് പോഷകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പെർമിയബിലിറ്റി എന്നൊക്കെ പറയാം. അതിനെയാണ് നമ്മൾ ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ മെംബ്രെയിൻ ഇന്റഗ്രിറ്റി എന്ന് പറയാം. ഇതും വളരെ മോശമാണ്. 29.2:1 ആണ്. അരാക്കിഡോണിക് ആസിഡ് എലിവേറ്റഡ് ആണ്, അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതാണ് സാഹചര്യം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊന്നും വർക്കായിട്ടില്ല എന്നുള്ള കാര്യം. നമുക്കറിയാം, പലപ്പോഴും നമ്മളും കാണുന്നുണ്ടാവും, എല്ലാ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം കറക്റ്റ് ആണ്, ബാക്കി എല്ലാം കറക്റ്റ് ആണ്, പക്ഷെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ, ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതിന് കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്കിതൊരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റ് ആണോ, നമ്മുടെ റേഷ്യോ കറക്റ്റ് ആണോ, കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ബ്രേക്ക് ത്രൂ ടൂൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ടെസ്റ്റിന് എല്ലാവരും ചെയ്തിരിക്കേണ്ട. അതായത് നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കോശങ്ങൾ എത്രമാത്രം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഓപ്റ്റിമലായിട്ട് ഫങ്ഷണൽ ആണ് എന്നത് നോക്കുക, അത് ഫിക്സ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ജിൻസിന് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളുടെ റേഷ്യോ എന്തായിക്കോട്ടെ, വി ക്യാൻ ബ്രിങ് യു ബാക്ക് ഇൻ ടു ബാലൻസ് ഇൻ 120 days. 120 ദിവസത്തിനുള്ളിൽ നമുക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാം. ദിസ് ഈസ് ദ തിങ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഈ കോശങ്ങള് ഇതിനെല്ലാം തന്നെ റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ശരീരത്തിനകത്തുണ്ട്. നമ്മുടെ ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ് 120 ദിവസം കൊണ്ട് പഴയത് മാറി പുതിയ കോശങ്ങൾ ഉണ്ടാവും. 120 ദിവസമാണ് ഒരു ആവറേജ്. കാര്യം ശരീരത്തിനകത്ത് നമുക്കറിയാം ഒരുപാട് കോശങ്ങളുണ്ട്. ഏകദേശം 250 പരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളുണ്ട്. ഇതിൽ ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്ന കോശങ്ങൾ 120 ദിവസമാണ് അതിന്റെ ആയുർദൈർഘ്യം. ആ 120 ദിവസം കൊണ്ട് അത് പുതിയ കോശങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എല്ലാ കോശങ്ങളെയും നമുക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ശരീരത്തിന്റെ ഒരു ഓവറോൾ റിജുവിനേഷൻ, റീജനറേഷൻ നമുക്ക് പോസിബിൾ ആവും. അതെങ്ങനെയാണ് സാധിക്കുക? അവിടെയാണ് നമുക്ക് ഈ കമ്പനിയുടെ പ്രത്യേക ഫോർമുലേഷൻസ്, അതായത് ഇവർക്കൊരു പാനൽ ഓഫ് സയന്റിസ്റ്റുകളുണ്ട്. ആ സയന്റിസ്റ്റുകളുടെ മേൽനോട്ടത്തിൽ ഇവര് നോർവേയിലും ഐസ്ലൻഡിലായിട്ടൊക്കെയാണ് ഇത് റിസർച്ചും ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നത്, ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ കമ്പനി ഫോർമുലേറ്റ് ചെയ്യുന്ന ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ഫാറ്റ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് കൃത്യമായ അളവിൽ നമുക്ക് ശരീരത്തിൽ ലഭിക്കാനായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്ററി സപ്ലിമെന്റ് ആണ്. ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷൻ കാറ്റഗറിയിൽ വരുന്ന ഇതൊരു ജനറിക് സപ്ലിമെന്റ് അല്ല. ഓക്കെ, ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു മോളിക്കുലാർ മെഡിസിൻ എന്നൊക്കെ പറയാവുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ പേര് എസെന്റ് ഓയിൽ പ്ലസ് എന്നാണ്. ഇതിനകത്ത് 60% വൈൽഡ് കോഡ് ഫിഷ് ഓയിൽ ആണ്. വൈൽഡ് കോഡ് ഫിഷ് ഓയിൽ എന്ന് പറയുന്നത് ഈ പൊല്യൂഷൻ ഒക്കെ ഇല്ലാത്ത സ്ഥലത്തിൽ നിന്ന് മീനിനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് ഈ വൈൽഡ് കോഡ് ഫിഷ് എന്ന് പറയുക. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, സ്പെഷ്യലി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒലിവ് ഓയിൽ, അതോടൊപ്പം തന്നെ ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, മിന്റ്, ലൈം പോലെയുള്ള എസെൻഷ്യൽ ഓയിൽസ് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വിറ്റമിൻ ഡി ലഭിക്കുന്നു, വിറ്റമിൻ ഇ ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ പോളിഫിനോൾസ് എന്ന് പറഞ്ഞാൽ ആന്റി ഓക്സിഡൻസ് ആണ്. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നു, കൃത്യമായ അളവിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് മറ്റുള്ള ഒമേഗ-3യിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നാഗരാജ് സാറിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. കാര്യം അദ്ദേഹം ഇത്ര കാലം ഈ ഒമേഗ-3 കഴിച്ചിട്ടും അദ്ദേഹത്തിന്റെ റേഷ്യോ 74:1 വന്നത് ഒരുപക്ഷെ അദ്ദേഹം കഴിക്കുന്ന ഒമേഗ-3യുടെ OSI എന്ന് പറയുന്നതിന്, ഒരു ഒമേഗ-3 സപ്ലിമെന്റിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നത് OSI എന്ന് പറയുന്ന ഒരു മെഷർമെന്റിലാണ്. OSI സ്റ്റാൻഡ്സ് ഫോർ ഓയിൽ സ്റ്റെബിലിറ്റി ഇൻഡെക്സ്. ഇത് മറ്റുള്ള സപ്ലിമെന്റ്സിനൊക്കെ വളരെ കുറവാണ്. അതായത് 1 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ, അല്ലെങ്കിൽ 9 മണിക്കൂർ വരെയൊക്കെ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ ഇത് അബ്സോർബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഓക്സിഡൈസ്ഡ് ആവും. ഇത് ഓക്സിഡൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഇത് ബ്ലഡിൽ പിന്നെ ഇത് എന്താ പറയുക, ഒരു ഹാംഫുൾ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. കോശങ്ങളിലേക്ക് ഇത് അബ്സോർപ്ഷൻ നടക്കില്ല. എന്നാൽ ഈ എസെന്റ് ഓയിൽ പ്ലസ് ഇത് കൃത്യമായിട്ട് ഈ ഒലിവ് ഓയിൽ, അതായത് ഫിഷ് ഓയിൽ വളരെ പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നത് ഈ പ്രീ ഹാർവസ്റ്റഡ് ആയിട്ടുള്ള സ്പാനിഷ് ഒലിവ് ഓയിൽ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആണ്, അതിലാണ് ഇതിനെ ബ്ലെൻഡ് ചെയ്യുന്നത്. സോ വിച്ച് മീൻസ് ഈ ഒരു ഒലിവ് ഓയിൽ ഈ EPA, DHA എന്നൊക്കെ പറയുന്ന ഫാറ്റി ആസിഡ്സിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഓക്സിഡൈസ്ഡ് ആവില്ല. നമ്മുടെ ശരീരത്തിലേക്ക് ശരിയായ അളവിൽ ഇത് അബ്സോർബ് ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് ദിവസേന വേണ്ട, ഒരു ദിവസം നമുക്ക് ഒമേഗ-3യിൽ ഈ DHA എന്ന് പറയുന്നതാണ് ഇതിന്റെ ബയോ ആക്റ്റീവ് ഫോം.
അത് നമുക്ക് ഏകദേശം 1400 മില്ലിഗ്രാം ഒരു ദിവസം ആവശ്യമുണ്ട് മിനിമം. അതോടൊപ്പം തന്നെ DHA എന്ന് പറയുന്നത് 700 മില്ലിഗ്രാം വേണം എന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സയന്റിസ്റ്റുകൾ പറയുന്നത്. അപ്പം ഈ അളവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒമേഗ ഇപ്പൊ നമ്മൾ എസെൻറ്റ് ഓയിൽ പ്ലസ് ആണെങ്കിൽ നമ്മൾ ഒരു 12 ml ഒരു 10 ml 12 ml കഴിച്ചാൽ മതിയാവും. എന്നാൽ ഇതേ അളവിൽ നമുക്ക് ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സിൽ നിന്നോ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഇത് ഫിഷിൽ നിന്നൊക്കെയാണ് ഇത് കൂടുതൽ കിട്ടുക. അപ്പോൾ ഫിഷിൽ നിന്ന് നമുക്കിത് കിട്ടണമെങ്കിൽ നമ്മളൊരു 100 200 മത്തി അയില പോലത്തെ മീനൊക്കെ കഴിച്ചാലാണ് നമുക്ക് ഒരു ദിവസം. അതൊന്നും പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല. സോ അതുകൊണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ആണെങ്കിൽ നമ്മളൊരു 20-30 സപ്ലിമെന്റ് ഒക്കെ കഴിക്കേണ്ടി വരും. ഇനി ഫ്ലാക്സീഡ് പോലത്തെ ഇതൊക്കെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സസ് ആണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ നമുക്ക് കിലോ കണക്കിന് ഫ്ലാക്സീഡ് ഒക്കെ കഴിക്കേണ്ടി വരും. പലപ്പോഴും ഞാൻ ചില ഡോക്ടർമാരെയൊക്കെ വീഡിയോ കാണുന്നുണ്ട്, ഫ്ലാക്സീഡ് കഴിച്ചാൽ ഓക്കെ, ഫ്ലാക്സീഡ് ഇസ് ഗുഡ്, യാതൊരു സംശയമില്ല. അതിനകത്ത് നമുക്ക് എല്ലാം ഒരുപാട് സാധനങ്ങളുണ്ട്, മിനറൽസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ ഫാറ്റ് EPA DHA അതിൽ നിന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ കിലോ കണക്കിൽ കഴിക്കേണ്ടി വരും. ഓക്കെ, ഒരു ദിവസം 1 കിലോ പോലും കഴിച്ചാൽ മതിയാവില്ല. കാര്യം അതിനകത്ത് ALA എന്ന് പറയുന്ന ഫാറ്റ് ആണ് കിട്ടുക, ഒമേഗ 3 ആണ് കിട്ടുക. ആൻഡ് ദാറ്റ് ഇസ് ദ പ്രൈമറി ഫോം ഓഫ് ഫാറ്റി ആസിഡ്. അത് EPA-ലേക്കും DHA-ലേക്കും കൺവേർഷൻ. DHA-ലേക്ക് കൺവേർഷൻ നടക്കുന്നത് 0.5 to 1% ആണ്. EPA-ലേക്ക് കൺവേർഷൻ നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1 to 5 അല്ലെങ്കിൽ അപ് ടു 10% വരെ മാത്രമാണ്. അപ്പൊ അത്ര വലിയ അളവിലും നമുക്ക് ഭക്ഷണത്തിലൂടെ ഇത് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അവിടെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എന്നാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വളരെയധികം ടെസ്റ്റഡ് ആണ്, വളരെയധികം സർട്ടിഫൈഡ് ആണ്. ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ അവർ നോക്കുന്ന ഇൻഫോംഡ് സ്പോർട്ട് പോലെയുള്ള അപ്രൂവലുകൾ. ഇപ്പൊ ഇൻഫോംഡ് സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള സ്റ്റിറോയിഡ്സോ ഡോപ്പിംഗ് ഏജൻസോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളോ ഇല്ല എന്നുള്ളത് ഒക്കെ പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു അപ്രൂവലാണ്. അപ്പോൾ ഒളിമ്പിക്സിലൊക്കെ സ്പോർട്സ് പ്രൊഫഷണൽസ് ഒക്കെ നോക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, സ്പോർട്സ് ന്യൂട്രീഷൻ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും കൊടുക്കാം. ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ കുട്ടികള്, അതുപോലെ തന്നെ ഗർഭിണികള്, പാല് കൊടുക്കുന്ന അമ്മമാര്, പ്രായമുള്ള ആൾക്കാർ, എല്ലാ ഗ്രൂപ്പിലും ഏത് ഏജ് ഗ്രൂപ്പിലും നമുക്കിത് കൊടുക്കാൻ സാധിക്കും. ഇത് എല്ലാവർക്കും ആവശ്യമുണ്ട്, വളരെ ക്രിട്ടിക്കലാണ്, മാൻഡേറ്ററി ആണ്. പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന അമ്മമാര് ഒക്കെ തന്നെ, അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ഇത് വേണം. കാര്യം ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ ബ്രെയിൻ്റെ ഡെവലപ്മെന്റ്. കാര്യം 18ഓളം ക്ലെയിംസ് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇത് അപ്രൂവ് ചെയ്തിട്ടുള്ളത് നമ്മളോ കമ്പനിയോ ഒന്നുമല്ല. ഈ അപ്രൂവൽ ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ്. അതായത് ബ്രെയിൻ ഫംഗ്ഷൻ നോർമൽ ആക്കുന്നു, ഹാർട്ടിന്റെ ഫംഗ്ഷൻ നോർമൽ ആക്കുന്നു, ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ്, അതായത് നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫെഡ് ഇൻഫാന്റ്സ് എന്ന് പറഞ്ഞ ഇതൊക്കെ വളരെ എന്താ പറയാ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. പ്രത്യേകിച്ച് നോർമൽ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽസ്, ഇതൊക്കെ ഒരുപാട് പേരുടെ അനുഭവങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതോടൊപ്പം തന്നെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായ കാര്യം നമുക്ക് ഒരു 4 മാസം കൊണ്ട് ഇത് നോർമലിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഒരു 95% ഓഫ് ദോസ് ടേക്കിംഗ് ബാലൻസ് സപ്ലിമെന്റ്സ് ആർ ബാക്ക് ഇൻ ബാലൻസ് ആഫ്റ്റർ 120 days. ഞാൻ നേരത്തെ കാണിച്ചു, നാഗരാജ് സാറിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ കാണിക്കേണ്ടായി. അദ്ദേഹം ഈ ടെസ്റ്റ് എടുത്ത് അദ്ദേഹത്തിന് ഏകദേശം ഒരു 5-6 മാസം എടുത്തു ഈ പ്രൊഡക്റ്റ് കിട്ടാനായിട്ട്. കാര്യം ഈ കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ജൂലൈയിലൊക്കെ ഫസ്റ്റ് അദ്ദേഹം ഈ ടെസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അത് പ്രൊഡക്റ്റ് എടുക്കാൻ തുടങ്ങി അദ്ദേഹം ഏകദേശം ഒരു 5 മാസത്തോളം അദ്ദേഹം ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ രണ്ടാമത്തെ ടെസ്റ്റ് എടുക്കുന്നത്. നമ്മൾ നോക്കുക, ആദ്യത്തെ ടെസ്റ്റിൽ 74:1 ആയിരുന്നു, രണ്ടാമത്തെ ടെസ്റ്റിൽ ഇത് 3.5:1 എത്തി. അതോടൊപ്പം തന്നെ എല്ലാ ആ ഒരു പാരാമീറ്റേഴ്സും നിങ്ങൾ നോക്കുക, പ്രൊട്ടക്ഷൻ വാല്യൂ ഇത് 64% ഇൻക്രീസ്ഡ് ആയി. അതായത് 0% ആയിരുന്നു, അതിൽ നിന്ന് 64%ലേക്ക് വന്നു. അതുപോലെ തന്നെ ഒമേഗ 3 ഇൻഡെക്സ് ഒരു 6%ലേക്ക് വന്നു. ഒരു 50% അദ്ദേഹം കവറപ്പ് ചെയ്തു. ഇനി മുന്നോട്ട് പോകാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെന്റൽ സ്ട്രെങ്ത്, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, ഇതെല്ലാം വളരെ വലിയ ഇംപ്രൂവ്മെന്റ് ആണ് ഈ ഒരു സെക്കൻഡ് ടെസ്റ്റിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. കാര്യം ചില ആളുകൾക്ക് ഇപ്പൊ സാധാരണ രീതിയിൽ ഒരാൾക്ക് 4 മാസം കൊണ്ടൊക്കെ ശരിയാവും, പക്ഷെ അദ്ദേഹത്തിന് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് 5 മാസമായിട്ടും ഇതാണ്. ഇനി ഇത് അടുത്തൊരു 2-3 മാസം കൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇംപ്രൂവ്മെന്റിലേക്ക് വരും. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് കൂടി ഞാൻ എടുത്ത് പറയേണ്ടതുണ്ട്. അതോടുകൂടി ഞാൻ എൻ്റെ ഒരു പ്രസന്റേഷൻ അവസാനിക്കാം. നിങ്ങൾക്ക് മറ്റൊരു ഡെയിലി നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ് ഫൈബർ സിനോബയോട്ടിക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഈ കമ്പനി ഇത് ഒരു 1-2 മാസങ്ങൾക്കുള്ളിൽ ഇവിടെ അവൈലബിൾ ആവും. ഈ ഫാറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫിക്സ് ചെയ്യേണ്ട മറ്റൊരു ഫൗണ്ടേഷണലായിട്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫിക്സ് ചെയ്യേണ്ട ഒരു മെക്കാനിസം ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത്, ഗട്ട് ഹെൽത്ത്.
അതായത് നമ്മുടെ ഈ ഗട്ട് ഹെൽത്ത് ശരിയല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങളെ വിഘടിപ്പിക്കുന്നതിനോ ഭക്ഷണത്തെ വിഘടിപ്പിക്കുന്നതിനോ പോഷകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിനോ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുന്നതിനോ ഒന്നും നമുക്ക് സാധിക്കാതെ വരും. അപ്പോൾ ഈ ഗട്ടിനെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗട്ടിൽ പ്രോബയോട്ടിക്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീബയോട്ടിക് ഫൈബർ, ഒരു സിനോബയോട്ടിക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു പൗഡറാണ്. അത് നമുക്ക് രാവിലെയും വൈകിട്ടും ഓരോ സ്കൂപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കി അത് ഈ രാവിലെയും വൈകിട്ടും ഭക്ഷണത്തോടൊപ്പം കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗട്ട് ഹെൽത്ത് നമ്മൾ ഫിക്സ് ആവും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ തന്നെ ഒരു വിധത്തിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. ഇതൊരു ബിസിനസ് ക്ലാസ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളൊരു ഹെൽത്ത് അവയർനെസ് ക്ലാസ് ആണ്. കാര്യം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുക എന്നതാണ് ഇനി ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യത്തെ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പൊ അത്തരത്തിൽ നമുക്ക് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഞായറാഴ്ചകളിൽ ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നതിലും ഇത്ര നേരം ഇത് ക്ഷമാപൂർവം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നതിനും വളരെയധികം നന്ദി, സ്നേഹം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. താങ്ക് യു. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.